മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്ധ്യൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നതാണ്. സ്നേഹിതരെ, ലോകപ്രസിദ്ധമായിട്ടുള്ള മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 4ാം കൺവെൻഷൻ്റെ 130ാമത് സമ്മേളനം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വരുന്ന ഞായറാഴ്ച വരെ പമ്പാ നദീതീരത്തെ ചെറുപ്പിൽ ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു എന്നതിൽ ഏറെ സന്തോഷിക്കുകയും ഏവരോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് ബുധനാഴ്ച എക്യുമെനിക്കൽ സമ്മേളനം നടക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ എക്യുമെനിക്കൽ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വേൾഡ് കൗൺസിൽ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ജെറി പിള്ളയാകുന്നു. അദ്ദേഹം ഏഷ്യ ഭൂഖണ്ഡത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ വേൾഡ് കൗൺസിൽ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിൽ വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള കോളേജിൽ പ്രൊഫസറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ കാലയളവിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡ് ജനീവയിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹം കുടുംബമൊക്കെ ഇപ്പോൾ അവിടെ പാർക്കുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഈ പ്രദേശത്തേക്കൊക്കെ വരികയും ഞായറാഴ്ചയും ഇന്നും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു. രാവിലെയുള്ള ബൈബിൾ ക്ലാസ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അദ്ദേഹത്തിന് എടുക്കുന്നതിന് ഇടയായിട്ട് എത്തിയിരിക്കുകയും ചെയ്തു. ഇന്നത്തെ എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ഭാരതത്തിലുള്ള വിവിധ സഭാവിഭാഗങ്ങളുടെ മേലധ്യക്ഷന്മാരും പ്രതിനിധികളും വന്ന് സംബന്ധിക്കും എന്നത്തെ കരുതുന്നത്. എല്ലാവർക്കും സംസാരിക്കാനായിട്ടുള്ള വേദി കിട്ടുകയില്ല, സമയത്തിൻ്റെതായ പരിമിതിയുള്ളത് കൊണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ഒരു കൂടിവരവ് നടക്കുന്നതിലൂടെ മതസൗഹാർദ്ദവും സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യവും ഒക്കെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്ന ഒരു രംഗമായിട്ട് ഇത് തീരുകയത്. വളരെയധികം ആളുകൾ ഇന്നത്തെ മീറ്റിംഗ് വന്ന് സംബന്ധിക്കും എന്നത്തെ പ്രതീക്ഷിക്കുന്നത്. അനുഗ്രഹപ്രദമായിട്ടുള്ള പ്രഭാഷണം കേൾക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും സംഗതിയാവുകയും ചെയ്യും. പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടത് തന്നെ എന്ന കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന അന്വർത്ഥമാക്കി തീർക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഇന്നത്തെ എക്യുമെനിക്കൽ സമ്മേളനം എന്ന് ഓർക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നിടത്ത് മാനവരായിട്ടുള്ള എല്ലാവർക്കും സന്തോഷിക്കുന്നതിന് ഇടം നൽകുകയും ചെയ്യും. ആ സന്തോഷത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ദൈവം എല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു.